100 കൊല്ലം മുമ്പ് മദ്രാസ് പ്രസിഡൻസിയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിൽ 80% ബ്രാഹ്മണരായിരുന്നു. ബ്രാഹ്മണ ജനസംഖ്യ അന്ന് വെറും 3% താഴെയുമായിരുന്നു. ആനുപാതിക പ്രാതിനിധ്യം ആവശ്യപ്പെട്ട ബ്രാഹ്മണേതരരും ബ്രാഹ്മണരും തമ്മിലും പിന്നീട് മറമലയടികളുടെ തനിത്തമിഴ് ഇയക്കത്തിലൂടെ സംസ്കൃതവും തമിഴും തമ്മിലുള്ള തർക്കമായും അത് വളർന്നു. 1937 അധികാരമേറ്റ സി രാജഗോപാലാചാരി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദി നിർബന്ധ പാഠ്യ ഭാഷ ആക്കിയതോടെ തർക്കത്തിന് പ്രക്ഷോഭത്തിന്റെ സ്വഭാവം കൈവന്നു. ആര്യദ്രാവിഡ സംഘർഷത്തിന്റെ ബാക്കിയായി വ്യാഖ്യാനിക്കപ്പെട്ട തർക്കം സ്വയമര്യാദ ഇയക്കത്തിന്റെ തായ്വേരായി തമിഴന്റെ ആത്മാഭിമാനത്തെ ഉറപ്പിച്ചു. 1938-ലും 45-ലും 65-ലുമായി 100 കണക്കിന് തമിഴരാണ് തമിഴ് മൊഴിക്കായി ഉയർകൊടുത്തത്. നെല്ലിട വഴങ്ങാതെ നൂറ്റാണ്ട് കാലം പോരാട്ടം നടത്തിയവരാണ്. അതുകൊണ്ട് 2000 കോടിക്ക് മേലുള്ള കേന്ദ്രവിഹിതം തരില്ല എന്നൊന്ന് ഭീഷണിപ്പെടുത്തിയാൽ തമിഴൻ ഹിന്ദി പഠിച്ചോളും എന്ന് കരുതരുത്. തമിഴ് അഴിയാത്, തമിഴൻ അടങ്ങാത്.